എല്ലാവർക്കും പ്രിൻസൻസിന്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഒരു പഴയ ഒരു സാധനത്തിന് തന്നെയാണ്. അപ്പോൾ ഇതിനെ തിരിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മോസ്കിറ്റോ കില്ലർ ലാമ്പാണ്. നമ്മൾ മോസ്കിറ്റോസ് അല്ലെങ്കിൽ കൊതുകിനെ കൊല്ലാൻ വേണ്ടിയിട്ട് പല പല സാധനങ്ങൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. 3 കൊണ്ടുവന്നത്. അതിൽ മൂന്നാമത്തെ സാധനവും എഫക്റ്റീവ് ആയിട്ടുള്ളതും ഈ ഒരു സാധനമായിരുന്നു. അതോട് നമ്മൾ നിർത്തി. കാര്യം ഇതാണ് നമുക്ക് എഫക്റ്റീവായിട്ട് തോന്നിയത്. അപ്പോൾ ഈ ഒരു സാധനത്തിൻ്റെ ആ പഴയ വീഡിയോക്ക് ഒരുപാട് പേര് കമൻറ്റുകളും കാര്യങ്ങളൊക്കെ കുറേ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടായില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാമെന്ന് വെച്ചാൽ. കാര്യം ഇപ്പോൾ സീസണാണ് കൊതുകിൻ്റെ അല്ലേ. അപ്പോൾ ഞാനിത് ശരിക്കും പറഞ്ഞാൽ കുറേ നാളായിട്ട് ഉപയോഗിക്കാറുണ്ടായില്ല. എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ടോ. അപ്പോൾ ഉപയോഗിക്കാനുള്ളൊരു സിനാരിയോ വന്നിട്ട് ഞാൻ വീഡിയോ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇത്രയും ഡിലേ ആക്കിയത്. കാര്യം നമ്മുടെ വീട്ടിലിപ്പോൾ ജനലിനും വാതിലിനൊക്കെ കൊതുകിൻ്റെ നെറ്റ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൊതുക് അതിന് മാത്രം അങ്ങനെ നമ്മുടെ വീട്ടിലോട്ട് കയറാറില്ല, ഒട്ടും തന്നെ കയറാറില്ല എന്ന് പറയാം. പക്ഷേ ഇപ്പോൾ മഴയും കാര്യങ്ങളൊക്കെ ആയപ്പോഴത്തേക്കും കൊതുക് കൂടിയോണ്ട് നമ്മൾ ആ വാതിലൊക്കെ തുറക്കുമ്പോൾ കുറച്ച് കൊതുകുകളകത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ എൻ്റെ റൂമിലൊരു 2-3 കൊതുക് ഉണ്ടായി. അപ്പോഴാണ് ഞാൻ ഈ സാധനത്തിന് പുറത്തേക്ക് എടുത്തത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടിട്ടാണ് എനിക്കിപ്പോൾ പറയാൻ പറ്റുന്നത് ഇതിപ്പോൾ വർക്കിംഗ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്കിംഗ് ആണ്. മെയിനായിട്ടുള്ളൊരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സാധനത്തിൻ്റെ ലിങ്ക്, ഞാൻ പർച്ചേസ് ചെയ്ത ലിങ്ക് എനിക്ക് നിങ്ങൾക്ക് തരാൻ വേണ്ടി പറ്റില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സെല്ലർ ഡിസ്കണ്ടിന്യൂ ചെയ്തു. അത് ഞാൻ ആ മെയിൻ വീഡിയോയിൽ തന്നെ കുറേ പേര് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനത് വേറൊരു ഓൾട്ടർനേറ്റ് സെല്ലറിൻ്റെ ലിങ്ക് ഞാൻ അതിനകത്തേക്ക് ഇട്ടു. ആമസോണിൽ നിന്ന് ഞാൻ പർച്ചേസ് ചെയ്തത്. ആ ഒരു സെല്ലറിൻ്റെ ലിങ്കും കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെയും വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അതിങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് എനിക്കും മതിയായി. അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഞാൻ വേണമെങ്കിൽ സെർച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതിൽ കൂടുതൽ നമുക്കൊന്നും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറ്റില്ല ഇതിൽ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ആമസോൺ എടുത്തു. ഓക്കെ, ആമസോൺ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 വേർഡ് ഇത് കൊടുത്താൽ മതി. മോസ്കിറ്റോ കില്ലർ ലാമ്പ്. ഇതേ പൊക്കത്തിറക്കുന്നുണ്ടോ, കാണാൻ പറ്റുമെന്ന് പറയാൻ പാടില്ല. മോസ്കിറ്റോ കില്ലർ ലാമ്പ് ഞാൻ വേണമെങ്കിൽ ഇവിടെ കാണിച്ചു തരാം. ഓക്കെ, അത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സാധനങ്ങൾ ഇവിടെ വരും. ഞാൻ വേണമെങ്കിൽ സ്ക്രീൻ ബ്രൈറ്റ്നസ് ഒരു ഇത്തിരി കുറക്കാം, നിങ്ങൾക്ക് ചിലപ്പോൾ കാണാൻ വേണ്ടി പറ്റും. കണ്ടോ, ഇപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 400, 479 അങ്ങനെയാണ്. അപ്പോൾ ഇത്രയും റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇത്തിരി കൂടുതലാണ്. കാര്യം ഇതിൻ്റെ ബാറ്ററിയും കാര്യങ്ങളും ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഇതൊരു മോസ്കിറ്റോ മറ്റേ ബാറ്റ് ഉണ്ടല്ലോ, കൊതുകിൻ്റെ ബാറ്റ്, അത് തന്നെയാണ് ഇതിൻ്റെ സെയിം ഫങ്ഷനാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിൽ മിറ്റല് ഡൗൺഗ്രേഡഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. കാര്യം ഇതിനകത്ത് ബാറ്ററി കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഈ ഒരു റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇത്തിരി കൂടുതലാണ്. താഴത്തേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും 199, കാണാൻ പറ്റുന്നുണ്ടോന്ന് പറയുമ്പോൾ 199 ആ റേഞ്ചിനൊക്കെ കിട്ടും. കേട്ടോ, സ്റ്റാർ കുറവാണ്. പക്ഷേ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും സെല് ചെയ്യുന്ന ഈ സെയിം പ്രൊഡക്റ്റ് തന്നെയാണ്. പലരും പല റേറ്റിന് ഇടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കളറും കാര്യങ്ങളുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇതെല്ലാം മെയ്ഡ് ഇൻ ചൈന സാധനം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതിന് ഞാൻ കുറച്ച് ഗുണങ്ങളും അതുപോലെ തന്നെ ഇത്തിരി നെഗറ്റീവ്സും പറയാം. ഓക്കെ, അപ്പോൾ ആദ്യമേ തന്നെ പറയാനുള്ളത്, ഇതിന് എത്ര നെഗറ്റീവ് ഉണ്ടെന്ന് പറഞ്ഞാലും അതൊന്നും ഇതിൻ്റെ ഫങ്ഷനാലിറ്റിനെ അതിന് മാത്രം എഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള നെഗറ്റിവിറ്റി അല്ല. ഓക്കെ, അപ്പോൾ ആദ്യമേ തന്നെ പോസിറ്റീവ്സ് എന്ന് പറയാം. ഈ സാധനം നമുക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ വയേർഡ് കണക്ഷനോ കാര്യങ്ങളോ അല്ല, അതുപോലെ തന്നെ ബാറ്ററിയോ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇതിനങ്ങനെ വേറെ ഡാമേജുകളൊന്നും പറ്റില്ല. ബാറ്ററി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബാറ്ററി ഡെഡായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള ഇഷ്യൂസ് ഒന്നുമില്ല. ഇത് USB പവേർഡ് ആയതുകൊണ്ട് ആ വക ഇഷ്യൂസ് ഒന്നും ഉണ്ടായില്ല. അപ്പോൾ രണ്ടാമത്തെ ഒരു പോസിറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ പവർ ചെയ്യുന്നത് USB വഴിയാണ്. കേബിളിന് ഒരു ഇത്തിരി ലെങ്ത് കുറവാണ്, അതെന്തായാലും ഞാൻ പറയാം. അപ്പോൾ നമുക്ക് പവർ ബാങ്കോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വീടിൻ്റെ എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി വെക്കാൻ വേണ്ടി പറ്റും. വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇരുട്ടായിട്ടുള്ള ഒരു സർഫസിലായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, എന്നാലേ ഇതിൻ്റെ എഫക്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് രണ്ടാണ് ഇതിൻ്റെ മെയിൻ ഒരു ഇത്. പിന്നെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ വെച്ചാൽ അത്യാവശ്യം നല്ലപോലെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. കൊതുകുകൾ ഇതിനകത്ത് കയറി ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇരുന്നോളും, പിന്നെ പുറത്തേക്ക് ആളിറങ്ങി പോകില്ല. അതുപോലെ ഇപ്പം തന്നെ ഇതിനകത്ത് 2 കൊതുകുകളുണ്ട്. ഇങ്ങനെ വെറുതെ എപ്പോഴും ഇങ്ങോട്ട് പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബാറ്റ് പോലെ തന്നെ 1-2 പ്രാവശ്യം പൊട്ടും, അതിന് ശേഷം അതവിടെ ഇരുന്നോളും. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. വേറെ കൊതുകുകൾ കയറുമ്പോൾ പൊട്ടുന്നുണ്ട്. സാധാരണ ചിലവർ ചോദിക്കാറുണ്ട് കൊതുക് കയറി ഇരുന്നതിന് ആ കണക്ഷൻ ഇതാവില്ല എന്നുള്ളത്. അങ്ങനത്തെ സിറ്റുവേഷൻ വന്നിട്ടില്ല നമുക്ക്. പിന്നെയും കൊതുകുകൾ കയറുമ്പോഴും സാധനം പൊട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇതുവരെയായിട്ട് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പോസിറ്റീവ് എന്ന് പറയാം. പിന്നെ എനിക്ക് തോന്നിയ 2 നെഗറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, 2 അല്ല, കുറച്ച് നെഗറ്റീവ്സ് ഉണ്ട്. ആദ്യത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാറ്ററി പവേർഡ് അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് മൂവ് ചെയ്യാനൊരു ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അതായത് നമുക്കൊരു പവർ ബാങ്ക് കാര്യങ്ങൾ വേണം. അതാണ് ഏറ്റവും വലിയൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമുക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ പ്ലഗിൽ കണക്ട് ചെയ്തിട്ട് ഉപയോഗിക്കാനും പറ്റില്ല. നിങ്ങളുടെ കയ്യിൽ ഒരു പവർ ബാങ്ക് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലഗ് പോയിന്റ് അടുത്തുകൊണ്ടേ വെക്കേണ്ടി വരും. പക്ഷേ അവിടെയാണ് നമുക്ക് രണ്ടാമത്തെ ഒരു നെഗറ്റീവ് വരുന്നത്. വയറിൻ്റെ ലെങ്ത് കുറവായതുകൊണ്ട് ഒന്നില്ലെങ്കിൽ നമ്മൾ വയർ കട്ട് ചെയ്ത് വേറെ വയറൊക്കെ ആയിട്ട് ജോയിൻറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ വേണ്ടി വരും. ഓക്കെ, പിന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നല്ല ഇരുട്ടത്ത് കിടക്കാൻ ഉദ്ദേശിക്കുന്ന ആൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വെട്ടുണ്ടെങ്കിൽ കിടക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുഖത്തിൻ്റെ അടുത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തൊന്നും വെക്കാൻ വേണ്ടി പറ്റില്ല. ഇത്തിരി നീക്കി വെക്കേണ്ടി വരും. കാര്യം നല്ല ബ്രൈറ്റാണ്. ഈ ഒരു ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബ്ലൂയിഷ് കളർ ലൈറ്റ് ആയതുകൊണ്ട് നമുക്ക് നല്ലപോലെ അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒട്ടും വെട്ടമുള്ളിടത്ത് കിടക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ
അവർക്കൊരു ചെറിയൊരു ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ മണമോ കാര്യങ്ങളോ ഉണ്ടോയെന്ന് വിഷയമുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ പെട്ടെന്നൊന്നും നോട്ടീസ് ചെയ്തിട്ടില്ല, അടുത്ത് വെക്കണമെങ്കിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ ഇടയ്ക്ക് ഈ കൊതുക് വന്നിരിക്കുമ്പോൾ ആ ടിക് ടിക് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മോസ്കിറ്റോ ബാറ്റിലെ പോലെ പൊട്ടുന്ന സൗണ്ട് കേൾക്കും. അപ്പോൾ നിങ്ങൾക്ക് സൗണ്ടും ഒട്ടും പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇത് പറ്റില്ല. ഓക്കെ, പക്ഷേ നമുക്ക് വേറെ ഓപ്ഷൻസ് കുറവാണ്. കാര്യം ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ, ഞാൻ പറഞ്ഞ പോലെ തന്നെ നെറ്റ് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം വീട്ടിൽ. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾ ഔട്ട് പോലത്തെ സാധനങ്ങളൊക്കെയാണ്. എനിക്കറിയാം അതൊക്കെ എന്തോരം കെമിക്കലാണെന്നുള്ളത്, ഞാൻ പേഴ്സണലി പ്രിഫർ ചെയ്യില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഇത് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്, ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓൺ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പവർ ബാങ്ക് എന്തെങ്കിലും കണക്ട് ചെയ്യണം. പവർ ബാങ്ക് കണക്ട് ചെയ്യാനാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളിടത്ത് വെക്കാൻ വേണ്ടി പറ്റും. അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ലൈറ്റാണ്. ഇപ്പോൾ നമ്മൾ റൂം ഫുള്ള് ഡാർക്ക് ആക്കിയേക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ബ്രൈറ്റ്നസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇരുട്ടത്തൊക്കെ കിടക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആദ്യമൊക്കെ ഒരു ഇത്തിരി അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നും. ഈ സാധനം ഇരുട്ടത്ത് തന്നെ വെച്ചാലേ നമുക്ക് കൊതുകുകൾ ഇതിനകത്തേക്ക് വന്ന് കയറുള്ളൂ. അതാണ് ഒരു മെയിൻ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്. നമ്മളിപ്പോൾ വേറെ എന്തെങ്കിലും ഒരു സാധനങ്ങൾ, ഇപ്പോൾ ലൈറ്റോ വേറെ എന്തെങ്കിലും, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഫോണോ ഒക്കെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ കൊതുക് അവിടെ നിൽക്കുള്ളൂ. കംപ്ലീറ്റ് ഡാർക്ക് ആണെന്നുണ്ടെങ്കിൽ മാത്രമേ ഈ സാധനം വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയൊരു പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, റൂമിൽ കിടക്കാൻ വരുന്നതിന് മുമ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഓൺ ചെയ്തിട്ട് റൂമിൻ്റെ വാതിലൊക്കെ അടച്ച് ഒരു 1-2 മണിക്കൂർ ഡാർക്കാക്കി ഇടുക. ഈ സാധനം മാത്രം ഓൺ ചെയ്യുക. അപ്പോൾ എന്തായാലും അവിടെയുള്ള കൊതുകുകൾ അത്യാവശ്യം ഇതിനകത്തേക്ക് വന്നിട്ടുണ്ടാവും. എല്ലാ കൊതുകുകളും വരുമെന്നുള്ള അറിയാൻ പാടില്ല. ഇപ്പോൾ നമ്മുടെ വീട്ടിലെ സിറ്റുവേഷൻ ഞാൻ പറഞ്ഞായിരുന്നു. വീട്ടിൽ നെറ്റ്, മോസ്കിറ്റോ നെറ്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഞാനിത് ഓൺ ചെയ്തിട്ടായിരുന്നു രാത്രി. കൊതുക് 2-3 കയറിയിട്ടുണ്ടായിരുന്നാലും ഈ വാതിലൊക്കെ തുറക്കുമ്പോൾ എങ്ങനെയൊക്കെ വന്നാലും കയറും. മോസ്കിറ്റോ നെറ്റ് വെച്ചാലും ഇതാണ്. പക്ഷേ മോസ്കിറ്റോ നെറ്റ് വെക്കുന്നതാണ് ഏറ്റവും നല്ലൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അത് പറയാതിരിക്കാൻ വേണ്ടി പറ്റില്ല, അതാണ് ഏറ്റവും നല്ല സൊല്യൂഷൻ. നിങ്ങളിവിടെ ശ്രദ്ധിച്ച് ചോദിക്കാൻ അറിയാൻ വേണ്ടി പറ്റും. ഓൾറെഡി നമുക്ക് ഇവിടെ ഒരു കൊതുകുണ്ട്, അതുപോലെ അതിൻ്റെ പൊക്കത്ത് കണ്ട് 1-2 കൊതുക് ഓൾറെഡി ഇന്നലെ രാത്രി കയറിയതാണ്. ഓക്കെ, അപ്പോൾ ഇതിപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് വെച്ചാൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതങ്ങനെ കയറി ഇരുന്നെന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് പൊട്ടയൊന്നുമില്ല കേട്ടോ. 1-2 പ്രാവശ്യം പൊട്ടി രാത്രി, ഞാൻ സൗണ്ട് കേട്ടായിട്ട് ഓർക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ പൊട്ടിയിട്ടും കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. സോ അത്രേ ഉള്ളൂ നമ്മൾ ഈ ഒരു സാധനത്തിനെ കുറിച്ച് പറയാനുള്ളൂ. ലെങ്ത് കൂടി പോയിട്ടില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ മാക്സിമം കട്ട് ചെയ്യാൻ വീഡിയോ. അപ്പോൾ വർക്കിംഗ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്കിംഗ് ആണ്. വെർത്താണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 200-300 രൂപ റേഞ്ച് ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറയും വെർത്താണെന്നുള്ളത്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ തന്നെ വർക്ക് ചെയ്യിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഡാർക്ക് ആയിട്ടുള്ളൊരു റൂമായിരിക്കും നിങ്ങൾ കിടക്കും. വേറൊരു ലൈറ്റ് കാര്യങ്ങളൊന്നും പാടില്ല. നിങ്ങൾ ഫോണൊന്നും ഉപയോഗിക്കാതെ കിടക്കണമെങ്കിൽ മാത്രം ഇത് ഉപയോഗിക്കുക. ഫോണും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ലൈറ്റിനെ അങ്ങോട്ടേക്ക് കൊതുക് വരുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ വന്നാലും കടി കിട്ടും. അപ്പോൾ ഇത് ഉപയോഗിച്ചാലും കടി കിട്ടൂല എന്നല്ല ഞാൻ പറയുന്നത്. 2-3 കൊതുകളുടെ കടി കിട്ടും. ബാക്കിയുള്ള കൊതുകളൊക്കെ ഇതിനകത്ത് പോയിരുന്ന് ചത്തിട്ടുണ്ടാവും. അപ്പോൾ മാക്സിമം നമുക്ക് കൊതുകിൻ്റെ കടി കുറഞ്ഞ് കിട്ടും. പിന്നെ ചില കേസുകളിൽ ചിലപ്പോൾ എല്ലാ കൊതുകളും ഇതിനകത്ത് പോയിരിക്കും. നമ്മുടെ കേസിൽ ആദ്യമൊക്കെ ഉപയോഗിച്ച സമയത്ത് കൊതുകിൻ്റെ കടി നല്ലപോലെ കുറഞ്ഞു കിട്ടി. കാര്യം നമുക്ക് രാത്രി ചില നമുക്ക് ഉറങ്ങാൻ പറ്റാത്ത സിറ്റുവേഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് പിന്നീട് ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു സിനാരിയോ ഇത് വേർത്താം. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഓബ്വിയസ്ലി കമൻറ്റ് ചെയ്ത് ചോദിക്കാം. അപ്പോൾ നെക്സ്റ്റ് വീക്ക് വേറെ ഒരു ഇൻട്രസ്റ്റിംഗ് പ്രൊഡക്റ്റോ വീഡിയോ ആയിട്ട് വരാം. അതുവരത്തേക്കും